ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. കോമഡി ഉത്സവത്തിന് ഫുൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കായംകുളത്ത് നിന്ന് വന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോദ്, ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. കോമഡി ഉത്സവം പവർഡ് ബൈ വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൈർലി TMT സ്റ്റീൽ ബാസിൽ. ഇനി കലാലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരവ് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് വീഡിയോ പ്രൊഫൈൽ കാണാം. ഗാനഗന്ധർവന്റെ പേരും മധുരമായ ശബ്ദവുമായി വേദികളിൽ അതുല്യമായൊരു ഗാനധാര സൃഷ്ടിക്കുന്ന പാട്ടുകാരൻ യേശുദാസ് കൊയിലാണ്ടി. 7 വയസ്സ് മുതൽ പാട്ടുകൾ വേദികളിൽ പാടാനാരംഭിച്ച ഇദ്ദേഹം 45 വർഷമായി തന്റെ സംഗീത ജീവിതയാത്ര തുടരുകയാണ്. 52-ാം വയസ്സിലും വേദികളിൽ ശ്രുതിമധുരമായ ശബ്ദത്തോടെ പാടുന്ന യേശുദാസ് കൊയിലാണ്ടി ഒട്ടേറെ ഗായകർക്കൊപ്പവും വേദികൾ പങ്കിട്ടിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും ആലപിക്കുന്ന ഈ ഗായക സാമ്രാട്ട് പ്രശസ്ത ഗായകനായ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ ട്രൂപ്പിൽ 10 വർഷത്തോളം പ്രവർത്തിച്ചു. പിന്നീട് കോഴിക്കോട്ടുള്ള മിക്ക സംഗീത ട്രൂപ്പുകളുടെയും ഭാഗമാകുകയും ചെയ്തു. ഇപ്പോൾ സംഗീതരംഗത്ത് ഫ്രീലാൻസറായി പ്രവർത്തിക്കുന്ന യേശുദാസ് കൊയിലാണ്ടി അന്നും ഇന്നും ഗാനമേള വേദികളിലെ പാട്ട് ചക്രവർത്തിയാണ്. കോമഡി ഉത്സവ വേദിയിൽ യേശുദാസ് കൊയിലാണ്ടിക്ക് ആദരവ്. ആദ്യമേ ചോദിക്കേണ്ട കാര്യം ഇതാണ്, അതായത് യേശുദാസ് എന്നുള്ള യഥാർത്ഥ പേരാണ് അതോ പാട്ടുകാരനായതുകൊണ്ടാണ് യേശുദാസ്? അല്ല അല്ല, ഞാനൊരു ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ആളാണ്. ശരി. അപ്പം നമ്മുടെ പള്ളിയിൽ ആദ്യം കരോള് വരുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പം അമ്മ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്ത് നമ്മുടെ പള്ളിയിൽ അച്ഛനാണ് എനിക്ക് യേശുദാസ് എന്ന് പേരിട്ടതല്ലേ? അത് അന്വർത്ഥമായി, കാരണം പാട്ട് തന്നെ ചൂസ് ചെയ്യുകയും ചെയ്തു അല്ലേ? അതെ. ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, ഇടയ്ക്ക് 2 സ്ട്രോക്ക് വന്നിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അത് 2 മാസം കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈപ്പാസ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ സ്റ്റേജുകളിലൊക്കെ പോകുന്നുണ്ടോ? സ്റ്റേജുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തുടങ്ങിയല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് ആദ്യം പാട്ട് കേട്ടതിന് ശേഷം ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി? ആദ്യമായി SP സാർ ആലപിച്ച ഇളയനില എന്ന ഗാനമാണ്. ഇളയനില പൊഴിகிறதே இதயம் வரை நனைக்கிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானம் இளையநிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளையநிலா பொழிகிறதே. வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும். வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து பிடியும் வரை நடைபழகும். வானவீதியில் மேகமூர்வலம் காணும் போதிலே ஆறுதல் தரும் பருவமகள் விழிகளிலே கனவு வரும். இளையநிலா பொழிகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளையநிலா பொழிகிறதே. യേശുദാസ് എന്ന് പേരിട്ടു,
പിന്നീട് സംഗീതം പഠിപ്പിച്ചു അച്ഛനും അമ്മയും? സംഗീതം പഠിച്ചില്ല. പഠിക്കാതെയാണ് പാടിയിരിക്കുന്നത്. ഇതുവരെ പഠിക്കാൻ ഒത്തില്ല. അപ്പൊ പേര് മാത്രമേ അച്ഛനും അമ്മയും തന്നുള്ളൂ, സംഗീതം പഠിപ്പിച്ചില്ല അല്ലെ? ഓക്കെ. പക്ഷെ അത് എന്ത് ഗംഭീരമായിട്ടാണ് പഠിക്കാതെ തന്നെ ഇത്രയും നന്നായിട്ട് പാടുന്നത്. മലയാളം ഒരു പാട്ട് നമുക്ക് കിട്ടി. മലയാളം കൂടുതലും അപ്പൊ SPB പാട്ടുകളാണോ പാടുന്നത്? ഹിന്ദിയും പാടാറുണ്ട്. ഹിന്ദിയും പാടാറുണ്ട്. ഒരു ഹിന്ദി പാടാം. ഹിന്ദി പാടാം. കുതിരത്ത് എന്ന ചിത്രത്തില് കിഷോർ കുമാർ പാടിയ പാട്ട്. ഓക്കെ. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार। सुना गम जुदाई का उठाते हैं लोग, जाने जिंदगी कैसे बिठाते हैं लोग। क्या क्या तो जंग करते हैं तुम्हें क्या पता, हमें इंतजार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना। हमें तुमसे प्यार। അപ്പൊ കൂടുതലായും തമിഴും ഹിന്ദിയും ആണോ പാടുന്നത്? പഴയ തമിഴും ഹിന്ദിയാണോ? മലയാളം പാട്ടുകൾ പാടാറില്ല, വളരെ കുറവാണ് സ്റ്റേജിലല്ലേ? ജാനകി അമ്മയുടെ കൂടെയൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മദ്രാസിലെ ഒരു ഷോയ്ക്ക് പാടിയിരുന്നു. ആണല്ലേ? ജാനകി അമ്മയുടെ വാണിയമ്മയുടെ കൂടെ പാടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ എല്ലാവരുടെയും കൂടെ പാടാനുള്ള ഭാഗ്യം കിട്ടി. സുശീലാമ്മയുടെ കൂടെ. സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കൈയിടുന്ന പാട്ട് ഏതാ? സ്റ്റേജിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൾക്കാരെ മുഴുവൻ കയ്യിലെടുക്കണം എന്നൊരു പാട്ട്, അതങ്ങനെ ഒരു പാട്ടുണ്ടാവുമല്ലോ? അത് എയർ റഹ്മാൻ സാറിന്റെ ഒരു ചെറിയ മെറ്റലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പൊ അത് നമുക്ക് പകുതി കേൾക്കാം. என் சுவாச காற்று வரும்பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனால் மடி மீது தீ குளிர்ப்பேன். என் உயிர் போகும் போனாலும் துயரில்ல பெண்ணை அதற்காகத்தான் பாடுதே. வரும் எதிர்காலம் உள் மீது படி போடும் பெண்ணை அதற்காகத்தான் பாடுதே. முதலா முடிவா அது உன் கையில் கொடுத்து விட்டே. உயிரே உயிரே வந்து என்னோடு கலந்து விடு. உயிரே உயிரே வந்து என்னோடு கலந்து விடு. நினைவே நினைவே வந்து என்னோடு கலந்து விடு. கனவே கனவே வந்து என்னோடு கலந்து விடு. காதல் இருந்தால் எந்த கண்ணோடு கலந்து விடு.
அழித்தாய் எந்த மண்ணோடு கலைந்து விடு तू ही रे तेरे बिना मैं कैसे जियूं जाने रे तेरे बिना मैं कैसे जीऊं तेरे बिना मैं कैसे जीऊं ഇനിയിപ്പോ ആഗ്രഹങ്ങൾ ഒരുപാടായി, ഇനി ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. അല്ല ഞാനേ ഇനി വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ വലിയ ഒരു പാട്ടുകാരൻ വേഷം മാറി വന്നാണെന്നൊരു അതാണ് അടുത്തേക്ക് വന്ന് നോക്കിയത്. എന്തോ പറയാൻ വന്നല്ലോ. ഒന്നുമില്ല, ഈ ദാസേട്ടനെ ഞാനിങ്ങ് എടുക്കുക. ഞാൻ തരില്ല, എനിക്ക് വേണം, എന്റേതാണ്, ഞാനിങ്ങ് എടുത്തു. ഒരൊറ്റ റിക്വസ്റ്റ് ഇവിടെ നിന്ന് വന്നേക്കണം, അതും കൂടി ഒന്ന് അഞ്ജലി പാടാൻ പറ്റും. ഓക്കെ காதல் வந்து தீண்டும் வரை இருவரும் தனித்தனி காதலில் பொன் சங்கிலி இணைந்தது கண்மணி கடலிலே மழை வீழ்ந்த பின் எந்த துளி மழை துளி காதலில் அது போல நான் கலந்திட்டேன் காதலி திருமகள் திருப்பாதம் பிடித்து விட்டே தினம் ஒரு புது பாடல் படித்து விட்டே அஞ்சலி அஞ்சலி எல்லோயிர் காதலி பூவேகும் பாதத்தில் புஷ்பாஞ்சலி பொன்னேகும் பேருக்கு கீதாஞ்சலி கண் காண அழகுக்கு கவிதாஞ்சலி அன்பே உன் குரலுக்கு கீதாஞ்சலி அஞ்சலி அஞ்சலி புஷ்பாஞ்சலி अंजलि अंजलि पुष्पांजलि ला 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 ഇത്രയുള്ള പരിപാടി വലിയൊരു മലയാണ് പൊക്കിയേക്കണം എന്നിട്ട് അത്രേ ഉള്ളൂ. അപ്പോ ഈ പറഞ്ഞതുപോലെ നേരത്തെ 2 സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞു. അതെ, ഈ സ്ട്രോക്ക് വന്നൊന്ന് ടെൻഷൻ ആക്കണ്ട കേട്ടോ. കാരണം അമേരിക്കയിലൊക്കെ ഉള്ള ഒരു ബൈപ്പാസ് കഴിഞ്ഞ് പിറ്റാഴ്ച മുതൽ ടെന്നീസ് കളിക്കാൻ തുടങ്ങും. എന്താ പറയുക, എൻ്റെ അടുത്ത് തിലകൻ ചേട്ടനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം തിലകൻ ചേട്ടൻ ബൈപ്പാസ് കഴിഞ്ഞു, ഇതിന് ശേഷം ലൊക്കേഷനിലേക്ക് വരുന്നത് വടിയൊക്കെ കുത്തിപ്പിടിച്ചായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് അവിടം വരെ ഈ വടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കഥാപാത്രമായി മാറുകയാണ്. അത് വേറൊരു ശക്തിയാണത്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് നിങ്ങള് സംഗീത ലോകത്തെ തിലകൻ ചേട്ടനാ, തിലക കുറിയാണ്. പാടാൻ തുടങ്ങുന്നത് വേറെ ആളാണ്. അതാണ് ഞാൻ അടുത്ത് വന്ന് നിൽക്കുന്നത്. വേറെ ആരെങ്കിലും മേക്കപ്പ് ഇട്ട് മാറി വന്നതാണോ? മാസ്ക അല്ല, അത് പറഞ്ഞല്ലോ, അത്ര ഓവർവെൽമിംഗ് ആണ് അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അല്ല പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ചികിത്സയുടെ എന്തോ സംഭവം പറഞ്ഞേ 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലുണ്ട് പറഞ്ഞു അല്ലേ? ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് നടക്കും, ഉറപ്പായും. കുഴപ്പമില്ല ചേട്ടാ, അപ്പൊ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. കാല് തൊട്ട് മുത്തണമെന്നൊക്കെ തോന്നിയത് നിങ്ങളുടെ അല്ല കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നേക്കണ ഒരു ആർട്ടിസ്റ്റിനെ കാല് തൊട്ടല്ല. കാരണം എനിക്ക് ഭയങ്കര പൊട്ടൻഷ്യലുള്ള, എന്തുകൊണ്ടോ അറിയപ്പെടാണ്ട് പോയ ആ പേര് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എത്ര വയസ്സായി? 52. അപ്പൊ തുടങ്ങുന്നുള്ളൂ, സമയം തുടങ്ങുള്ളൂ നമുക്ക്. ഇനിയും എത്രത്തോളം സ്റ്റേജുകൾ അല്ലേ? സ്റ്റേജുകളിൽ തീർച്ചയായും ഇതേപോലെ ഇപ്പൊ ഇവിടെ ഇരുന്ന ആൾക്കാർ കൈയടിച്ചതുപോലെ എത്രയോ ആൾക്കാരെ ഇനിയും കൈയടിപ്പിക്കും. അത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ മംസാരിക്കുമ്പോ മൈക്ക് ഉപയോഗിക്കുന്നില്ല, അത് കണ്ടില്ലേ? പക്ഷെ പാടുമ്പോ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. താങ്ക് യു. പറഞ്ഞോട്ടാ ദാസേട്ടാ, ഞാൻ തൊഴുതു പോവാണ്. ദാസേട്ടാ, പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രേക്ഷകരാണ് പറയുന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം തുറന്ന് ഞാൻ പറയുകയാണ്. കാര്യം ഇപ്പോൾ അടുത്ത വർഷം പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഒരു ഗാനമേള ബുക്ക് ചെയ്യണം എന്നൊരു കമ്മിറ്റിക്കാർ മനസ്സിൽ തീരുമാനമെടുത്താൽ അതിലാദ്യം പറയുന്ന പേര് ദാസേട്ടൻ്റെ പേര്, കൊയിലാണ്ടി യേശുദാസ്. തീർച്ചയായിട്ടും. കാരണം അത്ര വളരെ മനോഹരമായിരുന്നു. അത്രയും മാത്രം ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം ആൾക്കാർ മനസ്സിൽ കൊള്ളുന്ന ഒരു പേരായിരിക്കും, കൊള്ളുന്ന ഒരു പാട്ടുകളായിരിക്കും. അത്ര മനോഹരമായിരുന്നു. ഏറ്റവും നല്ല മെഡിസിൻ കയ്യിലുള്ള ഏറ്റവും നല്ല ഡോക്ടർ അല്ലേ? എന്നിട്ടാണ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചത്. ഒന്നും വേണ്ട, ധൈര്യമായിട്ട് പോവാം കേട്ടോ.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഷാജുടാ. ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിലച്ചൻ പേരിട്ടു എന്ന് പറഞ്ഞു യേശുദാസ്. ആ പേര് എന്തായാലും ആ പേര് തന്നെ ഏറ്റവും യോജിക്കുന്ന പേരെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ സത്യൻ എന്ന് പറയുന്ന ആളായിരിക്കും ഏറ്റവും കൂടെ നുണ പറയുക. 6 ബലാത്സംഗം ചെയ്ത ആളുടെ പേര് സുശീലൻ. അപ്പോൾ ഇത് പേര് ഏറ്റവും പ്രധാനപ്പെട്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയണം, എന്താ അഭിപ്രായം വേണമെന്ന് അറിയില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഒട്ടും സ്ട്രെയിനില്ലാതെ വളരെ നന്നായിട്ട് പാടിയെന്ന് എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല എനിക്ക് തോന്നുന്നു. പിന്നെ ഗവൺമെൻറ് വെടിക്കെട്ട് നിരോധിച്ച ഉത്സവങ്ങൾക്കെന്ന് പറഞ്ഞു. കോമഡി ഉത്സവത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ്. ഒരു സംശയം, ദാസേട്ടന്റെ ഏതെങ്കിലും ഹിന്ദി പാട്ട് പാടും? ആ പിന്നെ जब दीप जले आना, जब शाम ढले आना, संगीत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना. Thank you. ആലാപന മികവുമായ ആസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. ഇപ്പൊ പറഞ്ഞതുപോലെ എത്രയോ നാളുകളായി വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഏറ്റെടുത്ത് ലോകമെമ്പാടും വേദികൾ കൊടുത്തിട്ടുണ്ടോ അതേപോലെ വേദി കൊടുക്കണം നമ്മുടെ ഈ പാവപ്പെട്ടവരുടെ ദാസേട്ടന്, കൊയിലാണ്ടി യേശുദാസിന് എല്ലാ ഭാവുകങ്ങളും കേട്ടോ. എല്ലാവരും നല്ലൊരു കൈ. കോമഡി ഉത്സവം പവർഡ് ബൈ വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കാർലി TMT സ്റ്റീൽ ബാസിൽ ഇനി അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ്. സ്വാഗതം ചെയ്യാം അശോക്. സ്ലോ മോഷനിലുള്ള നടപ്പ് കൊള്ളാം. അശോക് എന്ത് ചെയ്യുന്നു? അശോക് വയറിങ്ങിന്റെ ജോലിയാണ്. വയറിങ്ങിന്റെ ജോലിയാണ്. എവിടെയാ? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ കാലിച്ചാനടുക്കം എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഓക്കെ, കാലിച്ചാനടുക്കം അല്ലേ? കാലിച്ചാനടുക്കം. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടി ഇന്ന് എന്താ ചെയ്യാൻ പോണേ? കുറച്ച് നാച്ചുറൽ വോയിസ്. ഒരു ഡീസൽ ജനറേറ്റർ ഷട്ട് ആവുന്നത്. ഓക്കെ, ബുള്ളറ്റിന്റെ ശബ്ദം. ഇനി ട്രെയിനിന്റെ 3 വേരിയേഷൻ. വളരെ വേഗതയിൽ കടന്നു പോകുന്ന ഒരു ട്രെയിനിന്റെ ശബ്ദം. ഇനി ട്രെയിൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ ഒരു പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മാറ്റം. ഇനി ഒരു ഗ്ലാസ് പാത്രം വീണുടയുന്ന ശബ്ദം. ഇനി മരണക്കിണറിലെ മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം. സൂപ്പർ. ഇനി കൊതുക് കൂട്ടത്തോടെ
കൂട്ടത്തോടെ എന്താന്ന് പറഞ്ഞില്ല. കൊതുക് കൂട്ടത്തോടെ വരികയാണ്. ഒരു ഹെലികോപ്റ്റർ. ഒരു തീപ്പെട്ടി കൊള്ളി ഉരക്കുമ്പോഴാണ് അതിൻ്റെ ശബ്ദം. വണ്ടർഫുൾ. വിമാനം രണ്ടുപേരിൽ നിന്ന് ലാൻഡ് ചെയ്യും. സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് സൈലന്റ് ആയിട്ട് നിന്ന് കളകിട്ട് പോയിട്ടുണ്ട് കേട്ടാ. രഞ്ജടാ, വയറിംഗ് ആണ് ജോലിയില്ലേ? വയറിങ്ങാണ് ജോലി. നമ്മളെല്ലാം ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തില് വയറിങ്ങിന് വേണ്ടിയാ ജീവിക്കുന്നത്. പക്ഷേ ആ തന്ത്രപ്പാടിനിടയിൽ ഇത്രയും ശബ്ദങ്ങൾ എങ്ങനെ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല അല്ലേ? ഓരോന്ന് പഠിച്ചു. പക്ഷേ ഇത്രയും മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു. ഇപ്പോൾ പണ്ട് കാലം മുതൽ ഇപ്പം ഞാനും ഷാജുവും പ്രചോദമൊക്കെ ഉള്ള അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും നല്ല മൈക്ക് നമുക്ക് തരില്ല ഒരു സ്ഥലത്ത് നിന്നാലും. അതിന്റെ കാരണം എന്ന് പറയുന്നത് പഴയ മൈക്ക് തരാറില്ല, തുപ്പലാക്കുന്ന പറയണം മിമിക്രിക്കാർ. അപ്പൊ ഗാനമേളക്കാർ ഉപയോഗിക്കുന്ന മൈക്ക് നമുക്ക് തരാറുണ്ടായിരുന്നില്ല. പക്ഷെ കാലഘട്ടം കഴിഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ തന്നൊക്കെ തുടങ്ങി. പക്ഷേ അതിലൊരു അപവാദമാണ് അശോക്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തുള്ളി പോലും വീണുണ്ടാവില്ല. അത്രയും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് അത് ഉപയോഗിച്ചത്. ആ മൈക്കിനെ വേദനിപ്പിക്കാതെ, അതായത് ചീറ്റിംഗ് ഉണ്ട്. അതായത് ഇതിൽ വെറുതെ ഊതിയാൽ തന്നെ നമുക്കൊരു സൗണ്ട് കിട്ടും. പക്ഷെ അത് അല്ലാതെ ഈ മൈക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൗണ്ട് ചെയ്യാൻ കഴിയും, ചെയ്യാൻ പറ്റും. ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ എത്തണമെങ്കിൽ ആ എത്തിയത് നിങ്ങളുടെ അധ്വാനം മാത്രമാണ്. ഒരാളുടെ റെക്കമെൻഡേഷനോ അഴിമതിയോ അല്ല, നിങ്ങളുടെ അധ്വാനമാണ് ഇവിടെ എത്തിച്ചത്. ഒന്നും പറഞ്ഞിട്ടൊരു സന്തോഷമില്ല എന്ന് പറഞ്ഞു. ഇതാണ് സന്തോഷം. അവന്റെ മൊത്തം മാക്സിമം സന്തോഷം അതാണ്. ഈ ഒരു ഫ്ലോറിൽ നിൽക്കാൻ ലോകത്ത് എത്ര പേരെ കൊതിക്കണമെന്ന് അറിയാം. അവിടെ ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അശോക്. ഓരോന്ന് പറഞ്ഞിരിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. അശോകെ ഗംഭീരമാക്കി കേട്ടോ. മിമിക്രി ചെയ്യുന്ന കാലഘട്ടത്തിൽ തൊട്ട് തുടങ്ങുന്നതാണ്. ജനറേറ്റർ, ബുള്ളറ്റ് പോകുന്ന ശബ്ദമല്ല. പക്ഷെ നമ്മളെ ഞെട്ടിച്ചത് അതിനകത്ത് കുപ്പി വീണ് പൊട്ടുന്ന ഫീലുണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത പെർഫെക്ഷനായിരുന്നു. എല്ലാം പെർഫെക്ഷനായിരുന്നു. അതുപോലെ ട്രെയിൻ വന്ന് കമ്പാർട്ട്മെന്റ് വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ജനറേറ്റർ എല്ലാം ചെയിനായിട്ട് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു വർക്കാണ്. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി നിൽക്കുകയാണ്. പിന്നെ സ്റ്റേജിൽ വന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഗംഭീര പ്രൊഡക്റ്റാണ്. അതൊന്ന് സെയിലാക്കണമെങ്കിൽ നമ്മളോട് വിചാരിക്കണം. അപ്പോൾ ആ നിപ്പും ആ എടുപ്പ് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് പഠിക്കാനുണ്ട്. എന്തായാലും വളരെ ബാക്കിയുള്ള എല്ലാം മിമിക്രി ബേസിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. ഒരുപാട് വേദികൾ കിട്ടട്ടെ. എല്ലാ വേദികളിലും നമ്മൾ പ്ലസന്റ് ആയിട്ട് നിൽക്കണം, ഒന്ന് ചിരിച്ച് നിൽക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു, കൊതിപ്പിച്ച് കളഞ്ഞ എന്തേ കാസർഗോട്ടുകാരാണ്. ഓരോന്നും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളങ്ങ് ഭയങ്കര എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും അവൻ സ്റ്റോപ്പ് ചെയ്യും. എല്ലാം കുറച്ചേ ചെയ്യുന്നുള്ളൂ, വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടെ ആവാം. എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ ട്രെയിൻ ആയിക്കോട്ടെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഗംഭീരമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. വിദ്യാഭാരതിയുടെ സമ്മാനം കേട്ടാ. കലക്കി. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടി ഉഷാറാവണമെന്നാണ് അവരെല്ലാം പറയണേ കേട്ടാ. ഇതിലും വലിയ എന്തെങ്കിലും നീ ചെയ്യണ ഐറ്റം ഗംഭീരമാണ്, മനസ്സിലായില്ലേ? ചിരിയില്ല എന്നുള്ളത് പ്രശ്നം കേട്ടാ. എല്ലാരും നല്ലൊരു കൈഡി എടുത്തേ. കോമഡി ഉത്സവം പവർഡ് ബൈ വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കാർലി TMT സ്റ്റീൽ ബാസിൽ ഇനി അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് വീഡിയോ പ്രൊഫൈൽ കാണാം. അത്ഭുത ദ്വീപ്, ആന അലറലോടലറിൽ, ചാലക്കുടിക്കാരൻ ചങ്ങാതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരം സച്ചിൻ ജോസഫ്. അഭിനയത്തിൽ മാത്രമല്ല, നൃത്തം, റോളർ സ്കേറ്റിംഗ്, ബൈക്ക് സ്റ്റണ്ട്, ബൈസിക്കിൾ സ്റ്റണ്ട്, ബാഡ്മിന്റൺ, മിമിക്രി തുടങ്ങിയ മേഖലകളിലും ഈ കലാകാരൻ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ സച്ചിൻ ജോസഫ് ഒരു ബിരുദാനന്തര ബിരുദധാരി കൂടിയാണ്. ചാമ്പ്യൻസ്, ഉഗ്രം ഉജ്ജ്വലം തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച് കയ്യടി നേടിയ ഇദ്ദേഹം അവിശ്വസനീയമായ കലാപ്രകടനങ്ങളാണ് വേദിയിൽ കാഴ്ചവെക്കുന്നത്. സച്ചിൻ ജോസഫിന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം. സച്ചിനെ കാണുമ്പോൾ തന്നെ അറിയാം സച്ചിൻ ഓൾ സെറ്റ് ആണല്ലേ, ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട്. സച്ചിൻ എവിടെയാണ് നാട്ടില്? മൈക്കില്
തിരുവനന്തപുരത്ത് സെന്റ് ഡോമിനിക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതായത് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അകത്തോട്ട് സെന്റ് ജേംസ് കോളേജിന്റെ തൊട്ടടുത്തായിട്ടുള്ള അത് ഞങ്ങളുടെ പാരിഷ് നെയിമാണ് ചർച്ചിന്റെ. അവിടെ ആ വീട്. ഡാൻസ് ആണ് മെയിൻ. ഡാൻസ് ആണ്. ട്രൂപ്പ് ഉണ്ടോ അതോ എങ്ങനെ? ഇല്ല, ഡാൻസ് ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചതാണ്. വേറെന്തൊക്കെ ചെയ്യും? വേറെ റോളർ സ്കേറ്റിംഗ് ചെയ്യും, ബൈക്ക് സ്റ്റൺസ് ചെയ്യും, മൗണ്ടൻ ബൈസിക്കിൾ സ്റ്റൺസ് ചെയ്യും. ഓ ലവ്ലി. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഡാൻസ് അല്ലേ? ഇന്നത്തേക്ക് ഓരോ ദിവസമായിട്ട് ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവരും ഷുവർ അല്ലേ? 100%. അപ്പൊ നമുക്ക് എന്തായാലും സച്ചിന്റെ ഡാൻസ് ഒന്ന് കാണാം. സേസ് ഓൾ യുവർ സച്ചിൻ. நூறு தடவை சொன்ன மாதிரி പുതിയൊരു പാട്ട്
Sagar alias Jack. എനർജി എന്ന് പറഞ്ഞാണ്ടല്ലോ പൊളിച്ചടിക്കുക എനർജി ആയിരുന്നു. അമേസിങ് കേട്ടാ, ഭയങ്കര രസമായിരുന്നു അല്ലേ? ഇഷ്ടായില്ലേ? നല്ലൊരു ഗൈഡ് കൊടുക്കൂ അദ്ദേഹത്തിന്. സച്ചിൻ എന്തൊക്കെ ചെയ്യുന്ന ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. എന്തൊക്കെ ചെയ്യുന്നാണ് പറഞ്ഞത്? സ്കിൽ, ഡാൻസ്, റോളർ സ്കേറ്റിംഗ്, റോളർ സ്കേറ്റിംഗ്, നോൺ ഗിയർ ബൈക്ക് സ്റ്റൺസ്. അതെന്താണ് നോൺ ഗിയർ ബൈക്ക് സ്റ്റൺസ് എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ അല്ലേ? എന്നാ അതും കൂടി കണ്ടാലോ കേട്ടോ, എന്നിട്ട് നമുക്ക് അഭിപ്രായത്തിലോട്ട് കിടന്നു. കാണുന്നുണ്ടായിരുന്നു. ബൈക്ക് കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയും ഫ്ലോർ വേണ്ട. നോൺ ഗിയർ ബൈക്കില് സ്റ്റൺസ് ചെയ്യും സച്ചിൻ. സച്ചിൻ തരട്ടെ? ബാക്കി സച്ചിൻ ഏറ്റെടുക്കൂല്ലേ? എല്ലാം സേഫ് അല്ലേ? ഇത് ആദ്യമേ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഇത് സച്ചിൻ ചെയ്യുന്നത് സച്ചിൻ എത്രയോ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യണതാണ്. വേറൊരാളും ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. അത് ആദ്യം പറഞ്ഞിട്ട് വേണം സച്ചിനെ ഇത് ഏൽപ്പിക്കാൻ. സച്ചിൻ, ഓൾ യോസ്, ടേക്ക് ഇറ്റ്. പിടിച്ചിട്ടുണ്ട്. ഓക്കെ. സ്വന്തം അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റണ്ട്സിന് വേണ്ടിയിട്ടുള്ള ബൈക്കല്ല. അല്ലല്ല, ഇവിടെ വന്നിട്ട് കിട്ടിയ ബൈക്കാണ്. ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ജിനേഷ് കൊടുത്ത ബൈക്കാണ്. ഈ DSF-നൊക്കെ അവരവരുടെ സ്റ്റണ്ട്സ് ചെയ്യണം സ്വന്തം ബൈക്കാണ്. ഇതിപ്പോ ആരെ ബൈക്ക് കിട്ടിയാലും നിങ്ങൾ ചെയ്യും? ചെയ്യും. ഇതൊരു സ്റ്റോക്ക് വണ്ടിയാണ്. ഇതിന് സെപ്പറേറ്റ് പവറോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിലാണ് ചെയ്തത്. കാരണം ഇതിന് പവർ ബേസിക്കലി കുറവായിരിക്കും. സ്റ്റണ്ട്സ് ചെയ്യുന്ന വണ്ടിക്ക് പവറും കുറച്ച് കാര്യങ്ങൾ, ബ്രേക്കൊക്കെ ഒരു സൈഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ കുറെ വെയിറ്റ് കുറയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. ഇതിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സച്ചിന്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് തിരുവനന്തപുരത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, അവിടെ ഞാൻ പഠിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത് സെൻറ് ഡൊമിനിക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകം ഷൂട്ട് ചെയ്തത് ആ സ്ഥലം. അല്ല, സച്ചിൻ സെന്റ് സേവിയേഴ്സ് കോളേജിൽ എന്തിനാ പഠിച്ചത്? സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ BCom പഠിച്ചു. എന്നിട്ട് PG ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ് പോകുന്നുണ്ട്. ഞാനിത് ചോദിച്ചത് മറ്റൊന്നുമല്ല. ഒരു പ്രശസ്തനായ സംവിധായകൻ ഇതുപോലെ ഒരാളെ കിട്ടുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ദൈവനിമിത്തമാണ് ഞാനിവിടെ ഇരുന്നത്. കാരണം ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്നറിയില്ല, തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിലായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ വരണമെന്ന ആഗ്രഹം, നമ്മുടെ ആഗ്രഹമാണല്ലോ നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുപോലത്തെ ഒരാളെ ആവശ്യമാണ്. അതായത് സ്റ്റൺസ് ചെയ്യണം, ഇതുപോലെ ഡാൻസ് ചെയ്യണം. കൃത്യമായിട്ട് എനിക്ക് ദൈവം ഒരാൾ ഒരുക്കി തന്നു. നമ്മൾ കൊറിയർ സർവീസ് ആയത് എൻ്റെ ഒരു ഇതൊന്നുമല്ല കേട്ടോ, എൻ്റെ ഒരു അനുകമ്പയൊന്നുമല്ല, നിങ്ങളുടെ കഴിവാണ് ഒരാളുടെ അടുത്തേക്ക് എത്തിക്കാന്നുള്ളതാണ്. കൊറിയർ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ വെറുതെ ഒരാൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോയി. പക്ഷെ അതൊന്നും അവര് വിളിക്കുമെന്ന് പറഞ്ഞ്. അതങ്ങനെയാണ്. ഈ ബട്ടർഫ്ലൈ ആണ്, അങ്ങനെയാണ്. നമ്മൾ പിടിക്കാൻ പോയാൽ കിട്ടില്ല, അതും മേത്ത് വന്നിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയുണ്ട് ആ ഒരു സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്, നായകനാണെന്ന് പറയുന്നില്ല, അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സണെ കിട്ടി. നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾ ചെയ്ത കഴിവിനെ കുറിച്ചല്ല പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷെ കറക്റ്റ് ഒരാളെ പ്ലേസ് ചെയ്ത് ഏറ്റവും വലിയ. എന്തായാലും താങ്കൾക്ക് ഒരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എന്തായാലും നടക്കട്ടെ. ഇതുപോലൊരു സ്കില്ലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. കറക്റ്റ് എന്റെ മുന്നിൽ ഒന്ന് പ്ലേസ് ചെയ്തു. താങ്ക് യു ചേട്ടാ. സച്ചിൻ, യു ആർ ദ ഗ്രേറ്റ്. താങ്ക് യു. സല്യൂട്ട് തരികയാണ്. കാര്യം
സച്ചിൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ പാകിസ്ഥാനെയാണ് കാണുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും നല്ല കളിക്കാരൻ വക്കാർ യൂനിസ് സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കാൻ വന്നപ്പോൾ, അതായത് ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ കളിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ബോൾ അദ്ദേഹത്തിൻ്റെ ടെണ്ടുൽക്കറിൻ്റെ സൈഡിൽ കൊണ്ട് മുറിവേറ്റ് നിന്ന് അദ്ദേഹം ബാറ്റ് കൊണ്ട് മറുപടി അടുത്ത ബോൾ വിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് എറിയാൻ വന്നപ്പോൾ ആ 3 ബോളും ബൗണ്ടറി കടത്തി ഉന്നതങ്ങളിലെത്തിയ, ഇന്ന് ലോകം കീഴടക്കിയ ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് സച്ചിൻ. അതായത് മതങ്ങളിൽ ഇടം പിടിക്കാത്ത ദൈവം എന്നാണ് സച്ചിനെ നമ്മളെല്ലാവരും വാഴ്ത്തുന്നത്, അല്ലേ? അപ്പോൾ ആ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇഷ്ടപ്പെട്ട നമ്പർ 10 ആണെങ്കിൽ ഇന്ന് കോമഡി ഉത്സവം കണ്ട പ്രേക്ഷകർ ഈ സച്ചിന് തരുന്ന നമ്പർ 1 ആണ് കേട്ടോ. അത്രയ്ക്ക് പെർഫോമൻസ് ആണ്. നിങ്ങളുടെ ടാലന്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഉയരങ്ങളിലെത്തട്ടെ. ഉയരമില്ലാത്ത ഒരാൾ ഉയരങ്ങളിലെത്തുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാം. എത്തട്ടെ. അതെ, ഇതിനിടയിൽ ആ സിവിൽ സർവീസ് വിടണ്ട കേട്ടോ. ട്രൈ ചെയ്യുന്നു. സച്ചിൻ ഭയങ്കര എനർജി ലെവലായിരുന്നു. ആ ഡാൻസ് ഗംഭീരമായിട്ടാണ് ചെയ്തത്. കാരണം ആ എനർജി വിടാതെ അവസാനം വരെയും അത് പെർഫോം ചെയ്തു. സ്കൂട്ടർ നമുക്ക് ടെൻഷനായിരുന്നു, കാരണം ഇത് എന്താ എങ്ങോട്ട് പോകും, കാരണം ചെറിയ സ്പേസിൽ നിങ്ങൾ ചിലപ്പോൾ പുതിയൊരു വണ്ടിയിൽ നിങ്ങളുടെ വണ്ടി പോലും അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കരമായ റിസ്ക്കാണ്. പക്ഷെ എങ്കിലും ആ ഉള്ള സമയം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പെർഫോമൻസ് എന്താണെന്ന് കാണിച്ചു തന്നു. ഒന്ന് രണ്ട്, ടിനി ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം നടക്കാൻ യോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഓൾ ദി ബെസ്റ്റ്. വിദ്യാഭാരതി നൽകുന്ന സമ്മാനം സച്ചിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞ ആ ഓഫർ ആയിരിക്കണം നമ്മുടെ അടുത്ത ഒരു സംഭവം. അത് നടന്ന് വരട്ടെ, അതാണ് ദൈവാനുഗ്രഹിച്ച് അത് നടന്നു വരട്ടെ എന്നുള്ളതാണ് അടുത്തത്. പക്ഷെ അതിനൊക്കെക്കാളും സച്ചിൻ ഓൾറെഡി ഒരുപാട് ഹൈറ്റ്സ് കീഴടക്കി കഴിഞ്ഞ ആളാണ്. ഇനിയും അങ്ങോട്ട് തന്നെയുള്ളൂ. അത് സച്ചിന്റെ കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് എല്ലാവരും സച്ചിന് വേണ്ടി മനസ്സറിഞ്ഞൊരു നല്ല കാര്യം. നമുക്ക് നമ്മുടെ ജയേഷിന്റെ കാര്യം ഒന്ന് പറയണ്ടേ. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ചെയ്തിട്ടുള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് മിമിക്രി ഫീൽഡിൽ നിൽക്കുന്നവരാണ്. എല്ലാ കലാകാരന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് ചരടുമേലുള്ള ഒരു കളിയാണ്. ചെറിയൊരു അപകടം സംഭവിച്ചാൽ മതി അവന്റെ ജീവിതം എല്ലാം തകർന്നു വീഴാം. ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തത സഹചാരികളെ എന്നും കൂടെ നിർത്തുക. അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പൊന്നോമന ചെറിയ കുഞ്ഞായിരുന്നു, കൈക്കുഞ്ഞായിരുന്നു. വെറുതെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബെഡ് കളിച്ചാൽ എന്തോ പൊടിയടിച്ച് ശ്വാസം മുട്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് കുട്ടി മരിച്ചുപോയി. അപ്പോൾ അവന്റെ വൈഫും അവനും ആ ഡിപ്രഷനിൽ നിന്ന് കരകയറി വരികയായിരുന്നു. ആ സമയത്ത് അവന് സ്ട്രോക്ക് നേരിടേണ്ടി വന്നു. ആ സമയത്തെല്ലാം നമ്മൾ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ മേത്ത് റാഷസ് വന്നുകൊണ്ടിരിക്കുകയാണ് ബാഗ് ഇടുമ്പോൾ. അത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അക്യൂട്ട് ലിക്വേമിയ എന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. മീൻസ് ബ്ലഡ് ക്യാൻസർ. 25 ലക്ഷോളം ചെലവ് വരും അതിന് മജ്ജ എടുക്കാൻ. ഇപ്പോ ട്രാൻസ്പ്ലാന്റ്. അതെ. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ പ്രചോദനം അടക്കമുള്ളവർ ചേർന്നിട്ട് ഒരു 5-6 രൂപ സംഭരിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഫൗണ്ടേഷൻ ആസ്റ്ററിലാണ്. അവിടുത്തെ ഫൗണ്ടേഷൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സൗജന്യമാക്കി തരാൻ വേണ്ടി നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ അങ്ങേറ്റമാണ്. അവന്റെ മകളെ രക്ഷിക്കണം, ഭാര്യനെ രക്ഷിക്കണം. അച്ഛനമ്മ ഒട്ടും വയ്യാത്തവനാണ്. അവനിപ്പോൾ എത്രയോ കീമോ കഴിഞ്ഞിട്ട് ആസ്റ്ററിൽ ചികിത്സയിലാണ്. അപ്പോൾ നമുക്കൊക്കെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മളാരും സൂപ്പർ സ്റ്റാറുകളൊന്നുമല്ലോ. നമുക്ക് അധ്വാനത്തിന്റെ ഒരു ശതമാനം, കാരണം നമുക്കും കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, ഇപ്പം ഞാൻ എവിടെ ഷോന് പോയാലും അവരുടെ അടുത്ത് അപേക്ഷിക്കുന്നത് എൻ്റെ കാശിനേക്കാൾ കൂടുതൽ ഞാൻ ആവശ്യപ്പെടുന്നത് അവനൊരു സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയ കൈത്താങ്ങായിരിക്കും. ഞാനാണ് അവനെ കൊണ്ട് ഹോസ്പിറ്റലാക്കിയത്. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നടക്കുന്ന ഒരു വഴിയിൽ നമ്മുടെ സെൻസ് തന്നെ പോവുകയാണ്. കാരണം ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. കാരണം ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ഇനി ഞാൻ കിടക്കാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമില്ല. നീ ഇവിടെ നിന്ന് 1 വർഷം നിനക്ക് ചികിത്സ ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് സ്ക്രിപ്റ്റ് എഴുത്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നീ 1 വർഷം മാറി നിന്നു എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. എന്താണ് ഈ അസുഖം, ഇതിൻ്റെ ഭീകരത എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇതിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അല്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. കാരണം ഇങ്ങനത്തെ നമ്മുടെ ചുറ്റും രോഗാണുക്കളാണ്. ഇതൊന്നും നമ്മളെ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമുക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ചുറ്റും രോഗാണുക്കളുണ്ട്. അപ്പോൾ അത് ആരെയും ഏത് സമയവും ആക്രമിക്കാം. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് കോമഡി ഉത്സവത്തിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ മനുഷ്യത്വപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. കോമഡി ഉത്സവത്തിൽ വന്ന് വളരെ ഗംഭീര പെർഫോമൻസ് നടത്തുമ്പോൾ പോലും ഞാൻ കൈവിട്ടു പോകുമെന്ന് വിചാരിച്ചു. കാരണം അവൻ്റെ കുഞ്ഞിനെ ഉറക്കാനുള്ള പാട്ടാണെന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ പൊട്ടിക്കരയായിരുന്നു. പക്ഷെ അവൻ അവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവനെ എങ്ങനെ പാടാൻ പറ്റുന്നു. കാരണം അവൻ പാടിയ ആ പാട്ട് കേട്ടിട്ട് ഉറങ്ങിയിരുന്ന കുഞ്ഞ് എന്നേക്കുമായി ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഇവിടെ നെഞ്ചുവേന എടുത്താണ് ഇരുന്നത്. എന്നിട്ടും അവനെ പിടിച്ചു നിന്നു. പക്ഷെ വീണ്ടും അവനെ ഈ
വിധി തളർത്താൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനെതിരെ നിൽക്കണമെങ്കിൽ, അതായത് അവന് മാറാൻ സാധ്യതയുണ്ട്, അതിന് കുറച്ചധികം പണം ആവശ്യമുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊരു ഈ കോമഡി ഉത്സവത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഇടയ്ക്ക് ഒരു നൊമ്പരപ്പെടുത്തലായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് ജയേഷിന്റെ ഒരു വീഡിയോ കാണിക്കാം. ജയേഷ് ആരാണെന്നും എന്താണെന്നും അറിയാനായിട്ട്. ജയേഷ് കൊടകര കലാലോകത്തിന്റെ ചുവരുകളിൽ നിന്നും ഒരു നാളും മായ്ച്ചു കളയാനാകാത്ത ഒരു വ്യക്തിത്വം. സമീപകാലത്ത് കോമഡി ഉത്സവ വേദിയിൽ പുതുമ തുളുമ്പുന്ന ഹാസ്യാവിഷ്കാരങ്ങളുമായി കടന്നുവന്ന് പ്രേക്ഷകരെ മതിമറന്ന് ചിരിപ്പിച്ച കലാകാരൻ ജയേഷ് കൊടകര. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ഉത്സവത്തിന് 4 ആന എഴുന്നള്ളിക്കാമെന്ന് പറഞ്ഞത് 3 എണ്ണത്തിനേ കണ്ടുള്ളൂ. ഗൗരി കുഞ്ഞ്, എനിക്ക് പ്രേതങ്ങളിയൊക്കെ ഭയങ്കര പേടിയാ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുക. ബൈ ബൈ. അകാലത്തിൽ തന്റെ പിഞ്ചോമനയെ നഷ്ടപ്പെട്ട ഇദ്ദേഹം ഇന്ന് നേരിടുന്നത് മറ്റൊരു ദുരന്തത്തെ. രക്താർബുദം എന്ന മാരക രോഗത്തിന്റെ പിടിയിലമർന്ന ജയേഷ് കൊടകര ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. പൊട്ടിച്ചിരിപ്പിച്ചും പാട്ടുപാടിയും ഉത്സവവേദിയിൽ ആഹ്ലാദാരവങ്ങൾ ഉയർത്തിയ ഈ നർമ്മ കലാകാരൻ ഇന്ന് ഉത്സവവേദിക്കും ഒരു നൊമ്പരമായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ച് എന്നും ആ നല്ല കലാകാരന്റെ മുഖത്തെ പുഞ്ചിരി മായാതെ നിലനിർത്തുവാൻ കോമഡി ഉത്സവത്തിന്റെ അണിയറ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ നേർക്ക് കനിവിന്റെ കരങ്ങൾ നീട്ടുകയാണ്. ഒരു പുറം നോക്കുമ്പോൾ താരത്തിളക്കം, മറുപുറം നോക്കുമ്പോൾ താരോദയം. കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും ഉത്സവമാണല്ലോ കോമഡി ഉത്സവം. ഞാൻ ഡോക്ടറിന്റെ കൈ പിടിച്ചൊന്നും പറഞ്ഞില്ല. ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞത് ഇപ്പം തിൻചേട്ടൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ജയേഷ് നമ്മുടെ കുടുംബത്തിൽ വന്ന് പെർഫോം ചെയ്തു പോയി. നിങ്ങളെല്ലാവരും ആസ്വദിച്ച വ്യക്തിയാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്തായാലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ പരിമിതികളുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജയേഷിന് ഒരുപാട് സഹായം ചെയ്യാൻ കഴിയും. ജയേഷിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തീർച്ചയായും ജയേഷിൻ്റെ ഞാൻ അക്കൗണ്ട് നമ്പർ പറയട്ടെ? കുഴപ്പമില്ല. ജയേഷ് ബാബു, SBI കൊടകര. അക്കൗണ്ട് നമ്പർ 6714216185. IFSC കോഡും കൂടി പറയാം. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI N 00154040. ഇത് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറഞ്ഞേക്കുന്നത്. നമ്മുടെ ടെലിവിഷനിൽ ഇത് താഴെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ എല്ലാവരും ചെയ്യണം എന്നുള്ളത് അപേക്ഷയാണ്. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ചിഞ്ചേട്ടൻ ഓൾറെഡി ആസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്, ആസ്റ്റർ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആസ്റ്റർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ഒരു സ്വന്തം ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അദ്ദേഹം ഒരിക്കൽ നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫെസിലിറ്റി 10 പേർക്കുള്ളതാണ്, 9 പേഷ്യൻസേ ഉള്ളൂ എന്ന് വയ്ക്കുക. ആ 10ാമത്തെ ആള് പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് പോകുന്നതെങ്കിൽ അവർക്കും വേണ്ടി അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മോട്ടോ. അപ്പം അത് ആ രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നടന്നു വരട്ടെ. അത് നമ്മുടെ ജയേഷിന് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വരട്ടെ എന്നുള്ളതാണ്. ജയേഷ് തിരിച്ചു വരും. ജയേഷ് തിരിച്ചു വന്നാൽ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്യും. നിങ്ങളെല്ലാവരും ഒന്നിച്ചു തന്നേന്. അങ്ങനെ ഇന്നത്തെ ഉത്സവ വിഭവങ്ങളെല്ലാം ഇന്നത്തേക്ക് അവസാനിക്കുകയാണ്. കൊടിയിറക്കാൻ പോവാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ ഓക്കെ അല്ലേ? ചേട്ടാ, പ്രജോട്ടാ, ഷാജേട്ടാ, ഇന്നത്തെ ഉത്സവം കൊടിയിറക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. Yeah.